ഫ്രണ്ട്സ്, ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഒരു ഡംബലാണ്. ഇപ്പൊ നമുക്ക് പേരായിട്ട് കഴിഞ്ഞാൽ വേഗം മനസ്സിലാവുന്നില്ല, എന്നാലും സാധനം നമുക്ക് നല്ല പരിചയം ഉണ്ടാവും. ഇങ്ങനെ മസിലൊക്കെ പിടിക്കൂലേ, ആ സംഭവമാണ്. എന്നാലും ഈ വീഡിയോ ഭയങ്കര ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, പരമാവധി ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ 25,000 സബ്സ്ക്രൈബ് അടിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ തന്നെയാണ് കാരണക്കാര്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങള് നന്ദി പറയാണ്. ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പറ്റും. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചങ്ക് സബ്സ്ക്രൈബർ താഴെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞ് കമന്റ് അയച്ചിട്ടുണ്ടായി. ടോപ്പ് ടിപ്സ് 1 2 3 എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. എന്തായാലും നമ്മള് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. നൈസായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടണല്ലോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഡംബൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ 2 നമ്മുടെ പഴയ ഫാനൊക്കെ വെച്ചാണ്. ഇപ്പൊ നമ്മുടെ ഈ ഫാനിന് അത്യാവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഒരുവിധം കനമൊക്കെ ഉള്ള ടൈപ്പാണ്. രണ്ടാമത്തേനും നല്ല കനമൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കുറച്ച് പഴയതാണ്, അതുകൊണ്ട് കുറച്ച് വൃത്തികേടായിട്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫാനിന്റെ വയറും സ്ക്രൂവും വിങ്സ് ഒക്കെ നമ്മള് ഊരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിന്റെ ബോഡി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം 2 സ്ക്രൂവും പിന്നെ അതിന്റെ തന്നെ വാഷറുകളാണ്. ഇപ്പൊ ഏകദേശം ഇതേ വലിപ്പത്തിലുള്ള സ്ക്രൂ വേണം. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് നെറ്റുകളാണ്, നമ്മുടെ സ്ക്രൂ ടൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഒരു 4 വേണം. പിന്നെ 2 ചെറിയ കമ്പി വേണം. ഇത് നമ്മളെ കെട്ടാൻ പറ്റുന്ന ടൈപ്പ് കമ്പിയാണ്. പിന്നെ ഇത് നമ്മുടെ ഫാനിന്മേൽ തന്നെ ഉണ്ടാവണ ഒരു കമ്പിയാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതില് 2 സൈഡിലും സ്ക്രൂ കയറ്റാനായിട്ട് ഹോളുകൾ ഉണ്ടാവും. ഇതുപോലെ ഹോളുകൾ വേണം. പിന്നെ ഒരു സ്പാനർ വേണം. നമ്മുടെ നെറ്റിന്റെ അളവിനുള്ള സ്പാനർ തന്നെ എടുക്കുക, നല്ല ടൈറ്റിന് വെക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നൈസായിട്ട് പണി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് 2ഉം ഇതുപോലെ വച്ചു കൊടുക്കാം. അതിനുശേഷം ആ കമ്പി എടുത്ത് അതിന്റെ ഉള്ളിക്കൂടെ കയറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ ഹോളിന്റെ ഒപ്പം തന്നെ കറക്റ്റിന് വെക്കുക. ഇനി നമുക്ക് ആ സ്ക്രൂവില് ആ വാഷർ ഇട്ടുകൊണ്ട് അതിലേക്ക് ഇറക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഇറക്കി പയ്യ വെക്കുക. ഇനി നമുക്കൊരു നെറ്റ് എടുത്ത് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നൈസായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു നെറ്റും കൂടി എടുത്തുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് നല്ല കറക്റ്റിന് വച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞങ്ങൾ കൈ കൊണ്ട് പറ്റണ വിധം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2ാമത്തെ ഫാനും ആ കമ്പിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അതിനോട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹോള് കറക്റ്റായിട്ട് വെക്കാം. അതിനുശേഷം ആ സ്ക്രൂ അതിലേക്ക് താത്തി കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ച് പയ്യെ ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു നെറ്റ് എടുത്ത് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് അത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു നെറ്റും കൂടി എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റിന് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റാക്കി വെക്കാം. ഇപ്പൊ ഞങ്ങള് 2 സൈഡിലും കൈ കൊണ്ട് പറ്റണ വിധം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്പാനർ കൊണ്ട് ഒന്നും കൂടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്പാനർ കൊണ്ടാകുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും, അതിനുവേണ്ടിയാണ് സ്പാനർ ഉപയോഗിക്കുന്നത്. 2 സ്ക്രൂവും നല്ല ടൈറ്റിന് വച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഫാനിന്റെ മറ്റേ ഭാഗവും നല്ല ടൈറ്റിന് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ നേരത്തെ എടുത്ത് വെച്ച ആ കമ്പി എടുത്തുകൊണ്ട് ആ സ്ക്രൂവിന്റെ ഹോളിൽ കൂടെ ഇറക്കി കൊടുക്കാം. ഇത് നമ്മുടെ ഇതിന്റെ നല്ല സേഫ്റ്റിക്ക് വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം, വേഗം ഊരിപ്പോവില്ല. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് അപ്പുറത്തെ വശവും നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല ടൈറ്റിന് ആ കമ്പി വെച്ച് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഡംബലിന്റെ വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെലവില്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയാണ്. എല്ലാവർക്കും വീട്ടിൽ സെറ്റപ്പായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഡംബൽ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ നല്ല നൈസാണ്, സംഭവം അടിപൊളിയാണ്. ഇതുപോലത്തെ 2 പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ സെറ്റപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോ നല്ല വെയിറ്റ് ഉള്ള ഞാൻ താഴെക്കാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ പോലെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇവിടെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോകളായിട്ട് ഞാനും ക്യാമറ വെച്ചാനും വരുന്നതാണ്. അതുവരേക്കും